നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്. ഈ വിറ്റാമിൻ ഡി നമ്മളുടെ ഇന്ത്യക്കാരിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇത് പുറത്തേക്കുള്ള എക്സ്പോഷറാണ്, അതായത് വെയിൽ കൊള്ളുന്നത് നമ്മൾ വളരെ കുറവാണ്. നമ്മൾ വെയിൽ കൊള്ളാൻ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുട പിടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ തണല് ആ ഒരു ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സൂര്യാഘാതം ഏൽക്കുന്ന സമയങ്ങളിലല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഇപ്പൊ ഒരു 10 മണി സമയം തൊട്ടൊരു 3 മണി വരെയുള്ള സമയത്തിന്റെ ഇടയ്ക്കൊക്കെ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കാൻ ബെസ്റ്റ് സമയമാണ്. അപ്പൊ നമ്മൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറയാനുള്ള കാരണം ഉണ്ടാവും. വിറ്റാമിൻ ഡി കുറഞ്ഞാൽ എന്താ, വളരെ അപകടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നിരന്തരം ക്ഷീണം വരിക, സ്കിന്നിന് പ്രശ്നം കാണപ്പെടുക, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് പ്രശ്നം വരിക, അതുപോലെ തന്നെ BP, ഡയബറ്റീസ്, അതുപോലെ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിന്, എല്ലുകളുടെ ആരോഗ്യത്തിന്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പം ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതിനാണ് വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വിറ്റാമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് കഴിക്കാവുന്നതാണ്. അപ്പൊ വിറ്റാമിൻ ഡി കുറവുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും എല്ലുകൾക്ക് ബലം കുറയുക, പല്ലുകൾക്ക് ബലം കുറയുക, നഖത്തിന് ബലം കുറയുക, അതുപോലെ തന്നെ ശരീരത്തിന് എപ്പോഴും ക്ഷീണമായിരിക്കും. അതുപോലെ എന്താണ്, ഷുഗർ, ഡയബറ്റീസ്, ഇത് BP, ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടാം. മറ്റൊരുപാട് പ്രശ്നങ്ങൾ വിറ്റാമിൻ ഡി കുറയുന്നത് കൊണ്ടുണ്ടാകാം. അപ്പൊ വിറ്റാമിൻ ഡി ശരീരത്തിന് കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സപ്ലിമെന്റ്സ് കഴിക്കുക, വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. ഇപ്പം ഫിഷ് കഴിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിമുട്ടയുടെ മഞ്ഞ ഭാഗം, അതിൽ വിറ്റാമിൻ ഡി ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഗൂഗിളിലോ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ഈ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ശരീരത്തിന്. ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കഴിയുന്നതും കുറച്ചൊക്കെ സമയം, പകലുള്ള വെയിലെങ്കിലും കുറച്ചു നേരം ഒന്ന് വെയിൽ കൊള്ളുക, കുറച്ചൊന്ന് പുറത്ത് ഔട്ട്ഡോറിൽ എക്സസൈസ് ചെയ്യുക. ഇൻഡോർ എക്സസൈസുകൾ ചെയ്യുന്നതിന് പകരം ഔട്ട്ഡോറിൽ നിന്ന് എക്സസൈസ് ചെയ്യുക. അപ്പൊ കുറച്ച് വെയിലും കൊള്ളും, ശരീരത്തിലേക്ക് വിറ്റാമിൻ ഡിയും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യുകയും ചെയ്യാം. നല്ല ശുദ്ധവായു ശ്വസിച്ച് തന്നെ എക്സസൈസ് ചെയ്യാനും പറ്റും. ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.